ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റോട് കൂടിയ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതുണ്ടാക്കാൻ വെറും 10 മിനിറ്റ് സമയമേ വേണ്ടി വരികയുള്ളൂ. പ്രത്യേകിച്ച് പണ്ടുകാലത്ത് സ്കൂളുകളിലൊക്കെ കൊടുക്കാറുള്ള ഈ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നു. ഇതുണ്ടാക്കാൻ ഇത്രയും ഐറ്റങ്ങളാണ് വേണ്ടത്. നമ്മൾ ഇതുപോലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചൂടുകട്ടിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നിട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. എന്നിട്ട് അതിനോടൊപ്പം 4 വറ്റൽമുളക് കട്ട് ചെയ്തിടാം. ഈ സമയം നമുക്ക് 2 കതർപ്പ് വരെ കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ നല്ല ഉണ്ടായാലേ ഈ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അത് നല്ല ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത സവാള ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണിത്. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് പച്ചമുളക് ചേർക്കാം. ഇത് 2 പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളക്. നമ്മുടെ ഉപ്പുമാവിന് ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചറും കട്ട് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ ഏകദേശം അതെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുണ്ടാക്കാൻ 11 ഡേയ്സ് സാമ്പാർ ബ്രോക്കൺ വീറ്റാണ് എടുത്തത്. നമുക്ക് ഇതിൽ നിന്ന് 1 കപ്പ് അളവിലാണ് വേണ്ടത്. അതിട്ടതിന് ശേഷം 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ആ ഓയിലിലൊക്കെ കിടന്ന് നല്ല അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാനാണ്. ഇപ്പോൾ അത് ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ 1 കപ്പ് റവയായിരുന്നു എടുത്തത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിന് മുന്നേ സാധാരണ റവ വെച്ചിട്ടുള്ള ഉപ്പുമാവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റവ കേസരി. ഫ്രണ്ട്സ്, അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ദയവായി കണ്ടു നോക്കണേ. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ വേണ്ട, അല്പം കുറഞ്ഞ അളവിൽ മതിയാകും. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് സമയമെടുക്കും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്ന് നോക്കാൻ പാടില്ല. അങ്ങനെ ആയാൽ അത് ഹാർഡായി പോകും. ഇതേപോലെ സോഫ്റ്റ് ആവണമെങ്കിൽ ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് 1/2 മുതൽ 3/4 കപ്പ് വരെ തിരുമ്മി തേങ്ങ ചേർക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ നന്നായിരിക്കും. ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഈ ഉപ്പുമാവ് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. 2-3 ദിവസത്തേക്കൊക്കെ. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചെറുതായി ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതുകൂടാതെ നല്ല സോഫ്റ്റുമായിരിക്കും. ഈ ഉപ്പുമാവ് വെറും ഷുഗർ ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ എരിവുള്ള കട്ടൻ കോഫിയോടൊപ്പം പിക്കിളൊക്കെ വെച്ച് കഴിക്കാം. അതുമല്ലെങ്കിൽ സ്റ്റീം ചെയ്ത ഏത്തയ്ക്കായും അതിനോടൊപ്പം ബ്ലാക്ക് കോഫിയും ആയാലും നല്ല ഹെൽത്തിയുമാണ് അങ്ങനെ കഴിച്ചാൽ. ബ്രേക്ക്ഫാസ്റ്റ് അതുകൂടാതെ ഡിന്നറിന് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.